നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പാപത്തിന്റെ ആ ശിക്ഷ, പാപത്തിന്റെ ഭാരം, പാപം മൂലം നിൽക്കുന്ന അനർത്ഥങ്ങൾ ഇന്നും നമ്മുടെ മേൽ നിൽക്കുക. കാരണം എന്താ? ഇന്ന് വരെയും യേശു ക്രിസ്തുവിനെ, അവന്റെ ബലിയെ, എന്റെ വീണ്ടെടുപ്പിന്റെ, എന്റെ രക്ഷയുടെ, എന്റെ സൗഖ്യത്തിന്റെ, എന്റെ ശാപത്തിന്റെ നുകങ്ങൾ തകർക്കുന്ന ആ വിഷയമായിട്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കാതെ എനിക്ക് വിടുതൽ കിട്ടില്ല. എന്റെ കുടുംബത്തിന് ആ മേഖലയിൽ വിടുതൽ കിട്ടില്ല. വർഷങ്ങളായിട്ട്, ചിലരുണ്ട് വർഷങ്ങളായിട്ട്, നാളുകളായിട്ട് ചില അനർത്ഥങ്ങളിലും അസ്വസ്ഥതകളിലും ഒക്കെ കഴിയുന്ന എത്രയോ പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട്. ഒരു ഗതിയില്ലാതെ കഴിയുന്ന കുടുംബങ്ങൾ, എന്നാ ചെയ്താലും ഗതി പിടിക്കാതെ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ. ഒന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ വിടുതൽ കിട്ടാൻ കർത്താവിന്റെ കരുണയിലേക്ക്, അവന്റെ കുരിശുമരണത്തിലേക്ക്, ആ കുരിശുമരണത്തിന്റെ യോഗ്യതയിലേക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം എടുത്ത് വിശുദ്ധിയോടുകൂടി കർത്താവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ പിന്നെ ഒരു തിന്മയ്ക്ക് നമ്മൾ തൊടാൻ പറ്റുകയില്ല. ഒരു ശാപവും നമ്മുടെ മേൽ ഏശുകയില്ല.